ഷൈമ ഷിനിവർ എന്ന 19 വയസ്സുകാരിക്ക് സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അത് ഇങ്ങനെയായിരുന്നു. ഷൈമ ഷിനിവറിന് തൊട്ടടുത്തുള്ള 19 വയസ്സുകാരനുമായുണ്ടായുള്ള പ്രണയം വീട്ടുകാരോട് പറഞ്ഞിട്ടും അവർ അത് അംഗീകരിക്കാതെ ഷൈമയെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയും ഷൈമയുടെ നിക്കാഹ് കഴിയുകയും ചെയ്തപ്പോൾ ഷൈമ തനിക്ക് ലഭിക്കാതെ പോയുള്ള ജീവിതത്തിലെ നഷ്ടമോർത്ത്, കൂടാതെ താൻ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതത്തിലേക്ക് ഇനിയും കടന്നു പോകണമെന്നുള്ള നിരാശയും ഈ പെൺകുട്ടിയെക്കൊണ്ട് ആ കടുംകൈ ചെയ്യിച്ചു. അതറിഞ്ഞ ഷൈമയുടെ ആൺ സുഹൃത്തും തൻ്റെ ജീവൻ വെടിയാനായി ശ്രമിച്ചെന്നും അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ള വാർത്തകളാണ് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഷൈമയുടെ വിഷയം അത്തരത്തിലായിരുന്നു ന്യൂസ് ചാനലുകളിൽ പോലും വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ എല്ലാവരും വീഡിയോ ചെയ്തത്. പിന്നീട് ഇപ്പോഴാണ് ഇതിലെ നിജസ്ഥിതി പുറത്തു വന്നത്. ഷൈമ ഷിനിവർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 22ഓളം വയസ്സുണ്ടായിരുന്നെന്നും ഷൈമ സ്നേഹിച്ചിരുന്ന പയ്യന് 19 വയസ്സായിരുന്നു എന്നുള്ള വാർത്ത ഇന്നാണ് പുറത്തു വന്നത്. ഷൈമയും അയൽവാസിയായ 19 വയസ്സുകാരനും തമ്മിലുണ്ടായ ഇഷ്ടം ഷൈമയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ആ പയ്യൻ തന്നെ ഇവരുടെ വീട്ടിൽ വന്ന് വിവാഹാലോചന നടത്തുകയും തനിക്കൊരു ജോലി ലഭിച്ചതിന് ശേഷം ഷൈമയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് വീട്ടുകാരോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഷൈമ ഷിനിവറിനെ സ്നേഹിച്ച ചെറുപ്പക്കാരന് 19 വയസ്സാകാൻ 2 മാസം കൂടി വേണ്ടിയിരുന്നു. ഇനി അവന് ഒരു ജോലി കിട്ടി വിവാഹപ്രായമെല്ലാം ആകുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോകുമെന്നും നിങ്ങൾ നിങ്ങളുടെ ഈ തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഷൈമയെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും വീട്ടുകാർ ആ ചെറുപ്പക്കാരനെ അറിയിച്ചിരുന്നു. പക്ഷേ ഇവർ വീണ്ടും പലതരത്തിൽ കോണ്ടാക്ട് ചെയ്തു. മൊബൈലിലൂടെ ഇവർ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പലതരം ഗുളികകളും മറ്റും ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ച് അബോധാവസ്ഥയിലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് അയാളുടെ ജീവൻ കിട്ടിയത്. ആ ഇടക്കാണ് ഷൈമ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അവൻ അറിഞ്ഞത്. അപ്പോഴും അവൻ്റെ കൂട്ടുകാരും വീട്ടുകാരുമെല്ലാം അവനോട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുതെന്നും നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഉത്ബോധനം നൽകിയെങ്കിലും തൻ്റെ വീട്ടിലെ ബാത്റൂമിലേക്ക് പോയ ആ യുവൻ മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതും വീട്ടുകാർ കണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് വീണ്ടും ഈ യുവാവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇത്തരത്തിലാണ് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ ചേർത്ത് വെക്കുന്നതാണ് നല്ലതെന്ന് ഷൈമയുടെ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു പ്രേമവിവാഹത്തെ അനുകൂലിക്കുന്ന കപട സൂഫിയെന്ന്. അതല്ല, 2 പേർക്ക് അഗാധമായ പ്രണയമുണ്ടാകുമ്പോഴും അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് പിരിയാൻ കഴിയാത്ത വണ്ണം അവർ അടുത്തു പോയെങ്കിൽ അവരെ തീർച്ചയായും ചേർത്ത് വെക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ അത് എല്ലാവരും പ്രണയിച്ച് വിവാഹം കഴിക്കണം എന്നുള്ള വാർത്ത ആയിരുന്നില്ലല്ലോ. അത്തരത്തിലുള്ള പ്രണയങ്ങളൊന്നും ഒരിക്കലും ഇസ്ലാം മതം അംഗീകരിക്കുന്നില്ല. അത് സർവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരവസ്ഥയിൽ അത്തരത്തിൽ ഇഷ്ടപ്പെട്ടവരെ ചേർത്ത് വെക്കണം എന്നുള്ളതാണ് ന്യായമായ കാര്യം. നബി തങ്ങളുടെ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, ഒരു യുവതി വന്ന് പറഞ്ഞ പരാതിയിൽ തനിക്കിഷ്ടമില്ലാത്ത വിവാഹം വീട്ടുകാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ കുട്ടിയുടെ താല്പര്യത്തിന് എതിരായി പ്രവർത്തിക്കരുത് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത്. ഒരർത്ഥത്തിൽ അവർക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കുടുംബം അവരെ ചേർത്ത് വെക്കാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ അവർ ഇരുവരും ഇതുവരെ ഈ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല. ആ കുട്ടികൾ അങ്ങനെ ചെയ്തത് തന്നെ അവർ അതിയായി 2 പേരും പരസ്പരം ഇഷ്ടപ്പെട്ടു എന്നതിനുള്ള തെളിവല്ലേ. ഇവിടെ ഈ കാര്യം പലതരത്തിൽ നടക്കുന്നുണ്ട്. ഒരു ടൈം പാസിന് വേണ്ടി പോലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതൊന്നും ന്യായമായ കാര്യമല്ല. ഇങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല. ആരെങ്കിലും ഇത്തരം അവസ്ഥയിൽ എത്തിയവരാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ, അവർ ഒന്നു ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ പിരിക്കാൻ ശ്രമിക്കരുത്. അവർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിലേക്ക് അവരെ നിർബന്ധിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം ഇങ്ങനെയായി മാറും.